ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഏതെങ്കിലും പ്രദേശത്തിനു വേണ്ടിയോ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം നോക്കിയോ അല്ല കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 55,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ തുടക്കം കുറിച്ചു. വികസിത് ഭാരത് സങ്കൽപ് അഭിയാന്റെ ഭാഗമാകാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2025-26 രാജ്യത്തുടനീളം 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസ് ഇന്ന് ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. ഏതെങ്കിലും പ്രദേശത്തിനു വേണ്ടിയോ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം നോക്കിയോ അല്ല പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളെല്ലാം തന്റെ കുടുംബമായതിനാലാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ കുടുംബാധിപത്യത്തെയും അദ്ദേഹം വിമർശിച്ചു. മണിപ്പൂർ, മേഘാലയ, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ 55,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. आज अनेक विकास के कामों में नॉर्थ ईस्ट हमारा अरुणाचल पूरे देश में टॉप कर रहा है. आज जैसे सूरज की किरण पहले आती नहीं यहाँ, वैसे विकास के काम भी सबसे पहले यहाँ होने लग गए. आज यहाँ अरुणाचल प्रदेश में 45,000 परिवारों तक पीने का पानी पहुंचाने के प्रोजेक्ट का लोकार्पण हुआ है. സ്വാതന്ത്ര്യാനന്തരം 2014 വരെ വടക്കുകിഴക്കൻ മേഖലയിൽ 10,000 കിലോമീറ്റർ ദേശീയപാതയാണ് നിർമ്മിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് സേല ടണൽ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് അസമിലെത്തിയ അദ്ദേഹം രാവിലെ അസമിലെ കാസിരംഗ ദേശീയോദ്യാനം സന്ദർശിച്ചു. വനസംരക്ഷണത്തിലും വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളിലും മുൻനിരയിലുള്ള വനിതാ ഫോറസ്റ്റ് ഗാർഡുമാരുടെ സംഘമായ വൻ ദുർഗയുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. അല്പസമയത്തിനകം ജോർഹട്ട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഹോളോങ്ക പഥറിൽ ഐതിഹാസിക അഹോം യോദ്ധാവ് ലജിത് ബോർഫുഗന്റെ 84 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് റോഡ് ഷോ നടത്തും. വിശദാംശങ്ങളിലേക്ക്. അസമിൽ 18,000 കോടി രൂപയുടെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി ജോർഹട്ടിൽ നിർവഹിക്കും. തുടർന്ന് പൊതുയോഗത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ബറൌനി മുതൽ ഗുവാഹത്തി വരെയുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈനും ശിവസാഗർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. IOCLന്റെ ബെത്കുജി ടെർമിനൽ, ദിഗ്ബോയ് റിഫൈനറി വിപുലീകരണ പദ്ധതികൾ, റെയിൽവേ ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ എന്നിവയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച 5,50,000-ലധികം വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിലും പ്രധാനമന്ത്രി ഓൺലൈനായി പങ്കെടുക്കും. വൈകുന്നേരം പശ്ചിമ ബംഗാളിലേക്ക് പോകുന്ന അദ്ദേഹം സിലിഗുഡിയിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. നാളെ ഉത്തർപ്രദേശിലെത്തുന്ന അദ്ദേഹം വാരാണസിയിൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉത്തർപ്രദേശിൽ 42,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വികസിത് ഭാരത് സങ്കൽപ് അഭിയാന്റെ ഭാഗമാകാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ബംഗളൂരുവിൽ വികസിത് ഭാരത് പ്രതിനിധികളുമായും യുവാക്കളുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. 2025-26 രാജ്യത്തുടനീളം 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. ഇതിൽ 401 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഇതിനകം തന്നെ ആരംഭിച്ചതായി ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ സ്കൂളുകളിലേക്ക് 10,000 അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടെന്നും മറ്റൊരു 10,000 അധ്യാപകരെ കൂടി ഉടൻ നിയമിക്കുമെന്നും ശ്രീ മുണ്ട പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ ബാക്കി നിൽക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൌരി ബിജെപിയിൽ ചേർന്നു. പച്ചൌരിക്കൊപ്പം മുൻ ധാർ എംപിയും സംസ്ഥാന കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഗജേന്ദ്ര സിംഗ് രാജുഖേഡി, ഇൻഡോറിലെ മുൻ എംഎൽഎ സഞ്ജയ് ശുക്ല, മുൻ എംഎൽഎമാരായ വിശാൽ പട്ടേൽ, അർജുൻ പാലിയ, ഭോപ്പാൽ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് കൈലാഷ് മിശ്ര എന്നിവരും ബിജെപിയിൽ ചേർന്നു. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ബീഹാർ സന്ദർശിക്കും. പാറ്റ്നയിൽ ബിജെപിയുടെ 2 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് പാറ്റ്ന ജില്ലയിലെ പാലിഗഞ്ചിൽ പാർട്ടി റാലിയെ ശ്രീ ഷാ അഭിസംബോധന ചെയ്യും.
ഭിന്നശേഷിക്കാർക്ക് പിന്തുണ നൽകുന്നത് ലക്ഷ്യമിട്ട് ഭിന്നശേഷി ശാക്തീകരണ വകുപ്പ് സൈൻ ഏബിൾ കമ്മ്യൂണിക്കേഷനുമായി ധാരണാപത്രം ഒപ്പുവച്ചു. സംസാര കേൾവി വൈകല്യമുള്ള വ്യക്തികളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുകയാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിട്ടു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കേസ് അന്വേഷിക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. തുടർന്ന് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുഖ്യമന്ത്രി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇതോടെ യൂത്ത് കോൺഗ്രസിന്റെയും കെഎസ്യുവിന്റെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പോഷൺ പക്ഷാചരണത്തിന് തുടക്കമായി. ഈ മാസം 23 വരെയാണ് രാജ്യവ്യാപകമായി പോഷൺ പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഗർഭിണികളായ സ്ത്രീകളുടെ ആരോഗ്യവും പോഷണവും സംബന്ധിച്ച ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ശിശു സംരക്ഷണം, വിദ്യാഭ്യാസം, പോഷകാഹാര ബോധവൽക്കരണം, ഗോത്ര പരമ്പരാഗത പ്രാദേശിക ഭക്ഷണക്രമം, ഗർഭിണികളുടെ ആരോഗ്യവും ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം നൽകുന്ന രീതികൾ എന്നിവയിലൂന്നിയാണ് ഇത്തവണ പക്ഷാചരണം. 2018 പോഷൺ അഭിയാൻ ആരംഭിച്ചതു മുതൽ ജൻ ആന്തോളൻ പോഷൺ പക്വാഡ, പോഷൺ മാ എന്നിങ്ങനെയും നടത്തുന്ന പരിപാടിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കും പങ്കാളികളായ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും മറ്റു പ്രധാന മേഖലകളിൽ കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം നടന്ന പോഷൺ പക്വാഡയിൽ രാജ്യമൊട്ടാകെ 4 കോടിയിലധികം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബീഹാറിൽ ആർജെഡി നേതാവ് ലാലു പ്രസാദിന്റെ അടുത്ത അനുയായി സുഭാഷ് പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. പാറ്റ്നയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ ആരംഭിച്ച പരിശോധന തുടരുന്നു. അനധികൃത മണൽ ഖനനം, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവം താൽക്കാലികമായി നിർത്തിവച്ചു. വിധികർത്താക്കൾ കൈക്കൂലി വാങ്ങി വിധി നിർണ്ണയം നടത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുവജനോത്സവം താൽക്കാലികമായി നിർത്തിവച്ചത്. ഇന്നലെ നടന്ന മാർഗ്ഗംകളി മത്സരത്തിലെ വിധി നിർണ്ണയത്തിൽ അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും പരാതി ഉന്നയിച്ചിരുന്നു. BDJS സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് 1 മണിയോടെ കോട്ടയത്ത് വെച്ച് നടക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായ BDJS കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ധരംശാലയിൽ നടക്കുന്ന അവസാന ടെസ്റ്റിലെ 3ാം ദിവസത്തെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് ബൌളർമാർ ഇന്ത്യയുടെ ശേഷിച്ച 2 വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ഇന്ത്യ 477 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യ ഇപ്പോൾ 259 റൺസിന്റെ ലീഡോടെ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നില കൂടുതൽ ശക്തമാക്കി. ക്രീസിലുണ്ടായിരുന്ന കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും 3ാം ദിനം ഇന്ന് രാവിലെയാണ് കളി പുനരാരംഭിച്ചത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ജയന്റ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന ആവേശകരമായ ഏറ്റുമുട്ടലിൽ UP വാരിയേഴ്സ് 1 റണ്ണിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. കളിയിലെ താരമായി UP വാരിയേഴ്സിന്റെ ദീപ്തി ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസ് ഇന്ന് ഗോവയെ നേരിടും. രാത്രി 7-ന് ഇറ്റാനഗറിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പാകിസ്ഥാനിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ ആസിഫ് അലി സർദാരിയും സുന്നി ഇത്തിഹാദ് കൌൺസിലിന്റെ പിന്തുണയുള്ള മഹ്മൂദ് അജക്സായിയും തമ്മിലാണ് പ്രധാന പോരാട്ടം. അതേസമയം ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് അറിയിച്ചു. ദേശീയപാത 66ന്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏതെങ്കിലും പ്രദേശത്തിനു വേണ്ടിയോ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം നോക്കിയോ അല്ല കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 55,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ തുടക്കം കുറിച്ചു. വികസിത് ഭാരത് സങ്കൽപ് അഭിയാന്റെ ഭാഗമാകാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2025-26 രാജ്യത്തുടനീളം 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസ് ഇന്ന് ഗോവയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.